ആ ബോധ്യം ജനങ്ങൾക്കുണ്ട്. അത് ഒട്ടും ന്യായീകരിക്കപ്പെടേണ്ട ഒരു പ്രസ്താവനയല്ല. എത്ര അത് ഇനി ലഘൂകരിക്കാൻ ശ്രമിച്ചാലും അതിന് വെള്ളപൂശാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കേരള സമൂഹം അപ്പാടെ തള്ളിക്കളഞ്ഞ ഒരു പ്രസ്താവനയാണ് അത്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതിന് എത്ര കുറച്ച് സംസാരിക്കുന്നു അത്രയും നല്ലത്. സംസാരിക്കുന്നവൻ അതുകൊണ്ട് മോശമാവുകയുള്ളൂ. അതുകൊണ്ട് മുഖ്യമന്ത്രി ആ പ്രസ്താവനയെ കുറിച്ച് അത്തരത്തിൽ പറയേണ്ടതായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പറയേണ്ടായിരുന്നു. വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ചിലർ മുതലെടുക്കുന്നുവെന്ന് സമസ്ത അവരുടെ മുഖപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് ജമാഅത്തെ ഇസ്ലാമി അടക്കം ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത്. പ്രതിഷേധം അത്തരത്തിൽ നടത്തുമ്പോൾ പലരുടെ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നു അവിടെ പ്രതിഷേധത്തിൽ നിന്നാണ്. അല്ല, അതിൽ മതേതര നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു നിലപാട് ആരെടുത്താലും ലീഗ് അതിനെ സപ്പോർട്ട് ചെയ്യൂല. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഖഫിനെ ഞങ്ങൾ കാണുന്നത് ഒരു ദേശീയ പ്രശ്നമായിട്ടാണ്. 16-ാം തീയതി ഞങ്ങളെ റാലിയുണ്ട്. തീർത്തും സമാധാനപരമായിരിക്കും കോഴിക്കോട്ട്. അതുപോലെ തന്നെ അവിടെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ വഖഫ് സംരക്ഷണത്തെക്കുറിച്ചും ഇന്ത്യയിലെ മതേതരത്വം നിലനിർത്തേണ്ടതിനെക്കുറിച്ചും ആയിരിക്കും. നമുക്കറിയാലോ, ഇപ്പോൾ ഈ സമയത്ത് ഇന്ത്യ രാജ്യത്ത് വെറുപ്പിൻ്റെ പ്രചാരകർ ഞങ്ങളല്ല. വെറുപ്പിൻ്റെ പ്രചാരകർ ഇവിടുത്തെ വർഗീയവാദികളാണ്. ഇവിടെ ഫാസിസം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പോൾ വെറുപ്പിൻ്റെ പ്രചരണം ഏത് ഭാഗത്തുണ്ടായാലും ഞങ്ങൾ അതിനെ അനുകൂലിക്കൂല. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ മതേതരത്വം ട്രസ്റ്റ് ചെയ്യേണ്ട സമയത്തൊക്കെ ഞങ്ങളത് തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ മതേതരപാതയിൽ ഉറച്ചു നിൽക്കും. ആർക്കും ഈ വഖഫ് ഇഷ്യൂ ഒരു എന്താ പറയുക വർഗീയമായി മുതലെടുക്കാനുള്ള അവസരമാക്കി കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യോജിപ്പില്ല. സംഘടനയുടെ നേതാക്കന്മാരുടെ ചിത്രങ്ങളൊക്കെ ഉയർത്തിയാണ് സോളിഡാരിറ്റി കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിലേക്ക് മാർച്ച് നടത്തിയത്. അപ്പോൾ ആ മാർച്ചുമായി ബന്ധപ്പെട്ടതെന്താണ്? അല്ല, ഞാനിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സംഘടനയുടെ മാർച്ചിനെ പറ്റി അഭിപ്രായം പറയേണ്ട ആളല്ലല്ലോ. അല്ല, അതെ ഇപ്പോൾ നമ്മുടെ വിഷയം ഇതാണ്. വെറുപ്പിൻ്റെ പ്രചാരകർ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇപ്പുറത്തുള്ളവർ വെറുപ്പിൻ്റെ പ്രചാരകരായാൽ ആരായാലും ഞങ്ങൾ യോജിക്കൂല. അല്ലാതെ പ്രത്യേക പ്രകടനത്തെയും പൊതുയോഗത്തെക്കുറിച്ച് ഞാൻ നോക്കിയിട്ട് പറയാം.